ദേവാലയം 3 വിധത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവാലയത്തിന് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥം നമ്മുടെ ആധ്യാത്മികതയിലുണ്ട്. ദേവാലയം ഒന്നാമതായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ്. വിശുദ്ധയായ മരിയ ഗുരുത്തി അലക്സാണ്ടറിനോട് പടപൊരുതിയത് നിങ്ങൾക്കറിയാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ മുൻപിൽ ദൈവം ഉയർത്തിയ ഏറ്റവും വലിയ ഒരു അടയാള നക്ഷത്രമാണ് വിശുദ്ധയായ മരിയ ഗുരുത്തി. പ്രലോഭനങ്ങൾക്ക് അവൾ കീഴടങ്ങാതെ വന്നപ്പോൾ അലക്സാണ്ടർ അക്രമാസക്തനായപ്പോൾ മരിയ ഗുരുത്തി പറഞ്ഞൊരു വാചകമുണ്ട്, അലക്സാണ്ടർ, I remind you, remember, my body is the temple of God. My body is the temple of God. ഒരുപക്ഷേ ഈ ദേവാലയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിലേ അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ ദേവാലയമാക്കാൻ നമ്മെ കരുത്ത് പിടിപ്പിക്കുന്നതുകൊണ്ടും കരുതൽ നൽകുന്നതുകൊണ്ടൊക്കെയാണ്. ഈ ദേവാലയം നമ്മുടെ പൊതുഭവനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടും പറയും, ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കുള്ള കർത്താവിൻ്റെ പ്രവാഹത്തിൻ്റെ, കർത്താവിൻ്റെ സ്നേഹസഹവാസത്തിൻ്റെ പ്രതീകമാകണം. കർത്താവ് വളരെ ഇഷ്ടത്തോടുകൂടെ കടന്നു ചെന്ന ചില കുടുംബങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവ് അമ്മയുടെ ഉദരത്തിലെ ശിശുവായിരിക്കുമ്പോൾ വല്യമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മറിയം ഈശോയും വഹിച്ച് എലിസബത്തിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ്. ആദ്യമായിട്ട് ഈശോയെയും കൊണ്ട് ഒരു സാന്നിധ്യത്തിൻ്റെ ദിവ്യകാരുണ്യ പ്രദർശനം നടന്നത് മറിയം ഈശോയെ ചുമന്ന് എലിസബത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്. അതാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദർശനം. The first Eucharistic procession ever in the history. Mary carrying Jesus in the womb visited Elizabeth, her own aunt. അതുകൊണ്ട് ഈ ദേവാലയം വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഭംഗി നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകാൻ കാരണമാകണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കൊക്കെ അതിനെ ഹേതുവാകാൻ നിങ്ങൾ കാരണക്കാരാകണം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അച്ഛനും കന്യാസ്ത്രീയൊക്കെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അവരെക്കുറിച്ച് പറയും, മോനിപ്പോൾ ഓസ്ട്രേലിയയിൽ മിഷന് പോയിരിക്കുക, മിഷണറി ആയിട്ട് സഭ വിട്ടിരിക്കുക. സത്യമാണ്. പക്ഷേ നമ്മുടെ അൽമായരും കുടുംബങ്ങളും നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഞാനൊരു കാര്യം പറയും, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഈ നാട്ടിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട്
നിങ്ങൾ ഇവിടെ മൈഗ്രൻസ് കാശുണ്ടാക്കാൻ നാട്ടിൽ നിന്ന് പോകുന്നത് എന്ന ചിന്തയ്ക്കപ്പുറത്ത് ഈ നാട്ടിലും കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ചക്രവാളം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ പറയും, നിങ്ങളിലെ നല്ലൊരു ശതമാനം ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം രോഗശാന്തിയും രോഗികൾക്കുള്ള സൗഖ്യവുമായിരുന്നു. ആൻഡ് എവറി ഹെൽത്ത് കെയർ മിനിസ്റ്റർ കണ്ടിന്യൂസ് ദ സെയിം ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ദ ലോർഡ്. അഭിമാനത്തോടുകൂടെ നിങ്ങൾ പറയണം, മൈ പ്രൊഫഷൻ ഈസ് എ കണ്ടിന്യൂവേഷൻ of the healing ministry of my Lord. തൃശ്ശൂരിലൊരു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ 60 വർഷം ജോലി ചെയ്ത ഒരു എച്ച്.എൻ. എഡൻവാലയുണ്ട്. ഒരു പാഴ്സിയാണ്, ബോംബെക്കാരനാണ്. 30ാമത്തെ വയസ്സിൽ 1 വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വന്ന ആളാണ്. 60 വർഷം ജോലി ചെയ്ത് 90ാമത്തെ വയസ്സിൽ നാടിനോട് യാത്ര പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പബ്ലിക്കായിട്ട് ആളുകളോട് പറഞ്ഞു, ഞാനിവിടെ വന്നത് ഇവിടെ സ്ഥിരം താമസിക്കാനല്ല, ഞാനിവിടെ വന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടുത്തെ അച്ഛനും കന്യാസ്ത്രീകളും ഈ പള്ളിയിലെ കുരിശിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ചൊല്ലിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് എന്നെ പിടിച്ചു നിർത്തിയത്. അവരെ സുഖപ്പെടുത്താൻ ഇന്ന് എനിക്ക് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങൾ ഇല്ല. അവരെ സുഖപ്പെടുത്താൻ എനിക്ക് ഇന്ന് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങളില്ല. ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ഇളക്കി മറിച്ചു. I continued here 60 years. Now I am 90. I am retiring with a lot of gratitude because I am an instrument in the hands of God to continue His healing ministry. അതുകൊണ്ട് ഇവിടെ മൈഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള മറ്റുള്ള ജോലിക്കാരുണ്ട്, കമ്പ്യൂട്ടർ സർവീസിലുള്ളവരുണ്ട്, ബാങ്കിങ്ങിലുള്ളവരുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെല്ലാം ഈ നാട്ടിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ മിഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ആൻഡ് ഹിസ് ചർച്ച്. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഇവിടെ ഈ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത്. കുടുംബം എന്ന പദത്തിന് സഭയിൽ വലിയ അർത്ഥമുണ്ട്. വ്യക്തികൾ കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചക്കാരാകുമ്പോൾ സഭ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത് കുടുംബങ്ങളിലാണെന്നുള്ള ചിന്ത നമ്മൾ മറക്കാൻ പാടില്ല. എവറി ഫാമിലി ഈസ് എ ചർച്ച്. അതുകൊണ്ട് തന്നെയാണ് വത്തിക്കാൻ സൂനഹദോസ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഡൊമസ്റ്റിക് ചർച്ച്, കുടുംബം സഭയാണ്. ഡൊമസ്റ്റിക് ചർച്ച്, നമ്മുടെ കുടുംബങ്ങളൊക്കെ സഭകളാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കൊന്ത നമസ്കാരം ചൊല്ലുന്നതാണ് എൻ്റെ ഓർമ്മ. സെമിനാരിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രത്യേക പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. 2 രഹസ്യം കഴിഞ്ഞാൽ ഇരിക്കാവുന്ന. ആ ഇരിക്കണ സമയത്തൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയൊരു സന്തോഷമാണ്. വീട്ടിലാണെങ്കിൽ 2 രഹസ്യം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവൻ്റെ അന്ത്യമാണ്. ഞാനത് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ദൗത്യമുണ്ട്.
നമ്മുടെ കുടുംബങ്ങൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് മാത്രമല്ല, നമ്മുടെ മക്കളെ സഭയുടെ മക്കളായിട്ട് വളർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബങ്ങളിലെ ആചാരമര്യാദകൾ, നമ്മുടെ കുടുംബങ്ങളിലെ ജീവിത ശൈലികൾ, ഇതെല്ലാം നമുക്ക് നൽകുന്നൊരു എഡ്യൂക്കേഷനുണ്ട്. ഞാൻ പറയും, കാറ്റക്കിസം ബിഗിൻസ് നോട്ട് ഇൻ ദ ചേർച്ച് ബട്ട് ഇൻ ദ ഹോം. നമ്മുടെ കുടുംബങ്ങളിലാണ് മതബോധനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കുറേ കൂടെ കൃത്യതയോടെ, വ്യക്തതയോടെ, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. ഞാനെപ്പോഴും പറയും, our catechism classes and our department of catechism is a place of information. ആ ഇൻഫർമേഷൻ ഒരു ട്രാൻസ്ഫോർമേഷനാക്കി മാറ്റുന്നത് എവിടെയാണ്? കുടുംബങ്ങളിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന കാറ്റഗറ്റിക്കൽ ഇൻഫർമേഷൻ should be converted into a transformation. അവനവിടെ കേട്ടു വന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മളൊരു കൗണ്ടർ വിറ്റ്നസ് നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ മതബോധനം കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ കൂദാശയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ മെസ്സേജ് ഇതാണ്: മേക്ക് യുവർ ഫാമിലീസ് എ ഡൊമസ്റ്റിക് church. A family shall be converted into a domestic. നമുക്കറിയാം, ഈ പങ്കുവെപ്പ്, ഈ അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് പങ്കുവെപ്പാണ്. ഈ അപ്പം മുറിക്കൽ സത്യത്തിൽ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ മുറിക്കപ്പെടൽ നടക്കുന്നത്. അമ്മയോട് അപ്പനും അപ്പനോട് അമ്മയും ചേരുന്ന വിവാഹ ജീവിതം ഉണ്ടല്ലോ, എനിക്ക് തോന്നി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുറിക്കപ്പെടലിൻ്റെ കൂദാശയാണ്. ഞങ്ങളോട് ഞാനത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഭർത്താവും ഭാര്യയും ചേർന്ന് പോകാനായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഡോക്ടറേറ്റാണ് നിങ്ങൾ എടുക്കുന്നത്? എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഡോക്ടറേറ്റുകളാണ് നിങ്ങൾ എടുക്കുന്നത്? അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെ സഭാത്മകമായിട്ട് കാണാൻ നമുക്ക് കഴിയട്ടെ. മൂന്നാമതായിട്ട്, ഈ പള്ളി കൂദാശ ചെയ്യുമ്പോഴേ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പം വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ മനോഹരമായിട്ടുള്ള ഇടപെടൽ, എല്ലാവരും തിന്ന് തൃപ്തരായി കഴിഞ്ഞ ശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ബാക്കി വന്ന കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം വളരെ അർത്ഥവത്തായിട്ടുള്ള, പ്രതീകാത്മകമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അവിടെ നൽകുന്നുണ്ട്. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ കൊട്ടകളിൽ ശേഖരിച്ചപ്പോൾ അത് 12 കൊട്ട നിറവുണ്ടായിരുന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആ 12 കൊട്ട നിറവ് എന്ന് പറയുന്നത് 12 ശ്ലൈഹിക പാരമ്പര്യങ്ങളുടെ പ്രതീകമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസ മര്യാദകളുണ്ട്, വിശ്വാസ ആചാരങ്ങളുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവിടെ നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ലത്തീൻ പള്ളികളിലൊക്കെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. ഇവിടെ പള്ളികൾക്ക് കുറവുണ്ടായതിൻ്റെ പേരിലാണോ സീറോ മലബാർ സഭയ്ക്ക് മെൽബണിൽ ഒരു രൂപത തന്നത്? നിങ്ങൾ ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ പൈതൃകങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാലേ അത് നിങ്ങളുടെ വ്യക്തിപരമായ നഷ്ടമല്ല,
സീറോ മലബാർ സഭയുടെ നഷ്ടമല്ല, അത് കത്തോലിക്ക സഭയുടെ നഷ്ടമാണ്. കർത്താവിൻ്റെ 12 പേരിൽ ഒരാൾ കർത്താവിന് ഒറ്റിക്കൊടുത്തെന്ന് പറയുന്നത് യൂദാസ്. ഇന്ന് സ്ലീഹന്മാരുടെ പട്ടികയിൽ ആളുടെ പേര് ഇല്ല. ഞാൻ അതുകൊണ്ട് പറയും, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെ അവിടുത്തെ സൗകര്യം അനുസരിച്ചിട്ട് അവിടുത്തെ പള്ളികളിലൊക്കെ പോയി അതൊക്കെ മതി, ഇവിടെ വന്നാൽ കാശ് ചോദിക്കും, ഇവിടെ വന്നാൽ പിന്നെ പ്രസംഗം നീളും, ഇവിടെ വന്നാൽ അതേ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ തന്ത്രപരമായിട്ടുള്ള ചില നിലപാടുകളുണ്ടല്ലോ. ആ നിലപാടുകൾ കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട്. ആ അപകടം ഒരു തലമുറ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഒരു തലമുറ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ പള്ളിക്കൂദാശ ചെയ്യുമ്പോൾ, ഇത്രയും കാശ് ചെലവാക്കി പള്ളിക്കൂദാശ ചെയ്യുമ്പോൾ എനിക്കിതോട് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ പൈതൃകങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ആചാരമര്യാദകൾ അതെല്ലാം തന്നെ സഭയുടെ അപ്പസ്തോലിക ദൗത്യത്തിലുള്ള കൂട്ടുപങ്കാളിത്തമാണ്. അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയാൻ ഈ ദേവാലയം നമ്മെ കാരണമാകട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഫ്രാൻസിസ് കോലഞ്ചേരി അച്ഛനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പള്ളി പണിതത്. അവരെല്ലാവരും പോക്കറ്റിൽ നിന്ന് കാശെടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല. നേതൃത്വം, നിങ്ങൾ അതിന് കരം കോർത്തു. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യത്തിനും കുറവില്ലാത്ത വിധത്തിൽ അതിന് നേതൃത്വം കൊടുത്തു. അഭിമന്യ പിതാവ് മുമ്പിലെ കൊടി പിടിച്ചു. ഈ യാത്ര വെറും കല്ലും മണ്ണിലും തീർത്ത പള്ളികളുടെ യാത്രയല്ല, ഇത് നമ്മുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുന്ന യാത്രയാണ്. കർത്താവ് തന്നെ യഹൂദന്മാർ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ പോയി പറയൂ, എന്നെ വധിച്ചാലും ഞാൻ അവസാനിക്കില്ല, 3-ാം ദിവസം ഞാൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, യഥാർത്ഥ ദേവാലയം ഞാനാണ് യഥാർത്ഥ ദേവാലയം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈതൃകങ്ങൾ, നമ്മുടെ കൂടിവരവിലുള്ള പൈതൃകങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനക്രമങ്ങൾ, ഇതെല്ലാം കളയാതെ സൂക്ഷിക്കാൻ ഈ ദേവാലയം നമുക്ക് കാരണമാകട്ടെ. നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞു എന്നതിൻ്റെ വലിയ വിജയമാണ് ഈ ദേവാലയം. ഈ ദേവാലയം അതിൻ്റെ വലിയ വിജയമാണ്. ഈ ദേവാലയം എന്നും നിറഞ്ഞ് കവിഞ്ഞ് ജനസാന്നിധ്യം കൊണ്ടും ആധ്യാത്മികമായിട്ടുള്ള ഊർജസംഭരണം കൊണ്ടും വലിയ ശക്തി കേന്ദ്രമായിട്ട് തീരാൻ കാരണമാകട്ടെ. ഞാനെപ്പോഴും പുറത്തൊക്കെ വരുമ്പോൾ മറ്റു ബിഷപ്സിനെ കാണുമ്പോൾ പറയും, യുവർ പീപ്പിൾ ആർ വെരി റെഗുലർ ഫോർ ഡെയിലി മാസ്, not only Sunday mass. If they get some time, they are attending the daily mass. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പലയിടത്തും 12 മണിക്ക് ഉച്ചയ്ക്ക് കുർബാന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കേണ്ട, ഈ 12 മണിക്ക് കുർബാന വയ്ക്കുന്നതിൻ്റെ കാരണം എന്താ? ഒരുപാട് നേഴ്സസിന് 12 മണിക്ക് ബ്രേക്കുണ്ട്. സോ ദേ വുഡ് ലൈക്ക് ടു ഹാവ് ദ ഹോളി മാസ് അറ്റൻഡഡ്. ഈ പാരമ്പര്യങ്ങൾ കളയാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി, നമ്മുടെ സഭാത്മകമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ ഈ സഹവാസം, ഞാൻ ഒരിക്കൽ കൂടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവത്തിൻ്റെ തിരുമുൻപിലെ ഒരുപാട് നന്ദിയോടുകൂടെ ഏറ്റുപറയുകയാണ്. നേതൃത്വം കൊടുത്ത വൈദികർ, മുന്നത്തെ വൈദികർ, ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കോലഞ്ചേരി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീം, അഭിമന്യ പിതാവ് ബോസ്കോ പിതാവും അതുപോലെ തന്നെ ജോൺ പിതാവും, എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. നിങ്ങൾ അൽമായർ നൽകിയ കരുത്തു പകരുന്ന കൂട്ടായ്മയുടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ വലിയ പങ്കാളിത്തം ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഞാൻ ഓർക്കുന്നു. കുഞ്ഞുമക്കളെ, now we are sending priests from India to you, help you, അല്ലേ? ഇപ്പം എല്ലാച്ചന്മാരും എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം
from India. We have to stop it. We have to stop it. അതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ഞാനിങ്ങനെ വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. കൈയൊന്നും പൊക്കണ്ട. നിങ്ങൾ എത്ര പേര് അച്ഛനാകാൻ തയ്യാറുണ്ടെന്ന്? എന്നെ നോക്കാതെ കുമ്പിടുന്നവരൊക്കെ ഞാൻ കണ്ടു. എന്നെ നല്ലപോലെ നോക്കുന്നവരൊക്കെ. മക്കളെ, we need a lot of praise from the place so that our church shall be maintained. വിളവധികം, വേലക്കാര് ചുരുക്കം. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ മക്കൾ വൈദികരായി ഈ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു നല്ല ദിവസം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. And I tell you, in Chicago diocese now, they told me they don't take anybody from Kerala. They have vocations from the local community. The same will happen here also. ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പിതാവിനെ ഓർക്കണം. നാട്ടിലൊക്കെ വരുമ്പോൾ കാക്കനാട് കൂടിയൊക്കെ പോകുമ്പോൾ പിതാവിനെ കാണാൻ വന്നേക്കണം കേട്ടോ. കണ്ടു കാഴ്ചകളൊന്നും വേണമെന്നില്ല, കാണാൻ വന്നേച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സഭയ്ക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പരസ്പരം പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.